സോ ഹായ്, നമ്മൾ ഓൾറെഡി ഒരു സെഷൻ കഴിഞ്ഞു. അത് റിവൈസ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് പഠിക്കണം. നമുക്ക് പഠിച്ചു പിടിച്ച് പോകാം, അതായിരിക്കും നല്ലത്. അല്ലാതെ പറഞ്ഞാൽ അവസാനം കൂടെ എല്ലാം കൂടി വന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, എനിക്കും ബുദ്ധിമുട്ടാവും. സോ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പഠിക്കാം അല്ലേ. സോ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? കുറേ ഡെഫിനിഷൻസ് പഠിച്ചു, പിന്നെ കുറേ വർഷങ്ങൾ പഠിച്ചു, പിന്നെ NUHM NRHM അതൊക്കെ പറഞ്ഞായിരുന്നു. ഏത് വർഷം ലോഞ്ച് ചെയ്തത് എന്നൊക്കെ. ഓക്കെ, പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിങ്ങിൻ്റെ ഒരു സ്കോപ്പ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ് ആണ്. ആദ്യത്തെയാണ് ബയോമെഡിക്കൽ കോൺസെപ്റ്റ്. ഇത് പറയുന്നത് ഏതൊരു അസുഖവും ഉണ്ടാവുന്നത് മീൻസ് ഒരാൾ ഹെൽത്തി എന്ന് പറയുന്നത് അതിനർത്ഥം അയാൾക്ക് ഒരു അസുഖവും ഇല്ലെന്നാണ്. ആബ്സെൻസ് ഓഫ് ഡിസീസിന് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ബയോമെഡിക്കൽ കോൺസെപ്റ്റ് പ്രകാരം ഒരു വ്യക്തിക്ക് അസുഖങ്ങളില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തി ഹെൽത്തി എന്നാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മാൽന്യൂട്രീഷൻ, ഒബിസിറ്റി അതൊക്കെ ഡിസീസായിട്ട് നമ്മൾ പറയൂലെങ്കിൽ അതൊരു സ്റ്റേറ്റ് അല്ലേ. ഇത് പിന്നെ അത് ഡിസപ്രൂവ്ഡ് ആയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെയാണ് എക്കോളജിക്കൽ കോൺസെപ്റ്റ്. ഒരു ട്രയാഡ് എടുത്തു കഴിഞ്ഞാൽ ഏജൻറ്റും ഹോസ്റ്റും എൻവയൺമെൻറ്റും ഇതിൻ്റെ ഇടയിൽ ഹെൽത്ത് ഒരു ഇക്വിലിബ്രിയം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ മൂന്നെണ്ണവും നോർമലായിട്ട് ഏജൻറ്റും അതേപോലെ തന്നെ ഏജൻറ്റും ഹോസ്റ്റും എൻവയൺമെൻറ്റും ഈ മൂന്നെണ്ണവും ഒരേപോലെ ഒരു തെറ്റിക്കണം ഒരു നോർമലായിട്ടുള്ള സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അടുത്തയാണ് സൈക്കോ സോഷ്യൽ കോൺസെപ്റ്റ്. ബട്ട് വൺ വിച്ച് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ, പിന്നെ കൾച്ചറൽ, എക്കോണമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. നാലാമത്തെയാണ് ഹോളിസ്റ്റിക് കോൺസെപ്റ്റ്. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിന്തസിസ് ഓഫ് ഓൾ ദ എബവ് കോൺസെപ്റ്റ്. ഈ പറയുന്ന എല്ലാ കോൺസെപ്റ്റിൻ്റെയും ഒരു സിന്തസിസ് ആണ്. ആൻഡ് വിച്ച് ഈസ് ഇൻ്റർഫിയർ വിത്ത് ഓൾ ദ എബവ് മീൻസ് നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങളുണ്ട്. ബയോമെഡിക്കൽ കോൺസെപ്റ്റ്, എക്കോളജിക്കൽ കോൺസെപ്റ്റ്, സൈക്കോ സോഷ്യൽ കോൺസെപ്റ്റ്. ഈ പറയുന്ന മൂന്നെണ്ണത്തിൻ്റെയും എന്തൊക്കെ ഫീച്ചേഴ്സ് പറയുന്നു അതെല്ലാം നമ്മൾ ഹോളിസ്റ്റിക് കോൺസെപ്റ്റ് എന്ന് പറയും. ആസ് എ ഹോൾ, മൊത്തത്തിൽ നമ്മൾ പറയുന്നൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, അടുത്തയാണ് ഡൈമെൻഷൻസ്. നമ്മുടെ ഹെൽത്ത് ആൻഡ് ഇൽനെസ്സിൻ്റെ ഡൈമെൻഷൻസിൻ്റെ അത് വരുന്നതാണ്. ഒന്ന് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, സ്പിരിച്വൽ, എൻവയൺമെൻറ്റൽ, ഓക്യുപ്പേഷണൽ. ഫിസിക്കൽ, നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്നില്ല, ഇപ്പോൾ സ്ലീപ്പും എക്സസൈസും അതെല്ലാം ഫിസിക്കലിനകത്ത് വരുന്നത്. സ്ലീപ്പ്, എക്സസൈസ്, ഡയറ്റ് എല്ലാം ഫിസിക്കലിനകത്ത് വരും. ഇനി മെൻ്റൽ എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ്. കൊഗ്നിറ്റീവ് തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് ഇതെല്ലാം വരുന്നത് കൊഗ്നിറ്റീവിലാണ്. മൂന്നാമത്തേണ് സോഷ്യൽ. നമ്മൾ ബാക്കിയുള്ളവരുമായിട്ട് സോഷ്യലൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ സ്പിരിച്വലിനകത്ത് നമ്മുടെ ബിലീവ്സാണ്, നമ്മുടെ ബിലീവ്സ് ആൻഡ് ഫെയ്ത്ത്. സോഷ്യലിനകത്ത് ദർ ഇസ് എ റിലേഷൻഷിപ്പ്. ആൻഡ് ഒക്യുപ്പേഷനകത്ത് പ്രൊഫഷണൽ വാല്യൂസും പ്രൊഫഷനുമാണ് വരുന്നത്. വേറെയും ഉണ്ട്, ന്യൂട്രിറ്റീവ്, കൾച്ചറൽ, പിന്നെ എൻവയൺമെൻറ്റൽ, ക്യൂറേറ്റീവ് ഒക്കെ ബാക്കിയുള്ള ഡൈമെൻഷൻസ് ആണ്. അടുത്തെയാണ് ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്. നമ്മുടെ ഹെൽത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മുടെ പ്രായം, ഏജ്, സെക്സ്, നമ്മുടെ റേസ്. വൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് നോൺ വൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് കമ്പാരിറ്റീവ്ലി കൂടുതൽ ഇൽനെസ് വരുമെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ലിറ്ററസി ലെവല്, ന്യൂട്രീഷൻ, എൻവയൺമെൻറ്റ് ഇതെല്ലാം നമ്മുടെ ഹെൽത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഈവൻ നമ്മുടെ ലിറ്ററസി ലെവല് പോലും. അടുത്തയാണ് ഹിസ്റ്ററി ഓഫ് ഡിസീസ്. രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് പ്രീ പത്തോജെൻസിസും രണ്ടാമത്തേതാണ് പത്തോജെൻസിസ്. പ്രീ പത്തോജെൻസിസിൽ നേരത്തെ പറഞ്ഞ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. ഏജൻറ്റും ഹോസ്റ്റും എൻവയൺമെൻറ്റും തമ്മിലൊരു ഒരു അവസ്ഥയുണ്ട്, നോർമൽ അവസ്ഥ. ഓക്കെ, ആൻഡ് ഈ പറയുന്ന ഹോസ്റ്റ് ഏജൻറ്റിൽ നിന്നും ഹോസ്റ്റിന് ഡിസീസ് കിട്ടുന്നുണ്ട്.
വേറെ പത്തോജൻസസ് ഫേസിനകത്ത് ഈ ഒരു ഫേസ് നമ്മുടെ ഓർഗാനിസം നമ്മുടെ ബോഡിക്കകത്തോട്ട് കയറുന്നുണ്ട് ആൻഡ് ബോഡിക്കകത്തിരുന്ന് കീപ്പ് ഓൺ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് ആഫ്റ്റർ ദ പോർട്ടൽ ഓഫ് എൻട്രി. അപ്പോൾ പോർട്ടൽ ഓഫ് എൻട്രി കഴിഞ്ഞു ആൻഡ് ഇറ്റ് ഗെറ്റ്സ് മൾട്ടിപ്ലൈഡ് ഇൻ ആ ബോഡി ആൻഡ് ഇത് ബോഡിയിൽ നിന്ന് പുറത്തോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. പോർട്ടൽ ഓഫ് എക്സിറ്റ്, പോർട്ടൽ ഓഫ് എൻട്രി, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ എക്സിറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ അപ്പുറത്തോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് സസെപ്റ്റബിൾ ഹോസ്റ്റ്. അതാണ് പത്തോജൻസ്. ഓർഗാനിസം നമ്മുടെ ബോഡിക്ക് അകത്തോട്ട് കയറുന്ന ഒരു കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്. അടുത്തത് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ. ടോട്ടൽ 4 ലെവൽസ് ഓഫ് പ്രിവെൻഷൻസ് ആണുള്ളത്. ഒന്ന് പ്രൈമോഡിയൽ, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷറി. Primordial prevention, it is the prevention in the early stage, even childhood, ബിഫോർ അല്ലെങ്കിൽ റെഡ്യൂസിങ് ദ റിസ്ക് ഫാക്ടേഴ്സിനെ റെഡ്യൂസ് ചെയ്യുന്ന റിസ്ക് ഫാക്ടേഴ്സ്. ഇപ്പം നമ്മൾ ഹാവിങ് എ ഗുഡ് ഹെൽത്തി ഇംപ്രൂവൈസിങ് ദ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഗുഡ് എക്സസൈസ്, സ്ലീപ്പ്, ഡയറ്ററി കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത്, ഇതെല്ലാം വരുന്നത് പ്രൈമോഡിയൽ പ്രിവെൻഷനകത്താണ്. പ്രൈമറി പ്രിവെൻഷൻ എന്ന് വെച്ചാൽ ഓൾറെഡി ആ ഒരു ഡിസീസിൻ്റെ ഓൺസെറ്റിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, റെഡ്യൂസിങ് ദ ഓൺസെറ്റ് ഓഫ് ആ ഒരു ഡിസീസ് പ്രോഗ്രസ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല, നമ്മൾ കുഞ്ഞിലെ പ്രോപ്പറായിട്ട് നല്ല രീതിയിലുള്ള എക്സസൈസ്, ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ചെയ്യുന്നില്ല, ഒരുപാട് വാരി തിന്നുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയബറ്റിസ് എന്ന കണ്ടീഷനെ ഒന്നൊരു പടി റൈസ് ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്നത്. അപ്പോഴേ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് പ്രൈമോഡിയൽ പ്രിവെൻഷനാണ്. അപ്പം അല്ലാതെ ചില ആളുകൾക്ക് ഷുഗർ 140 അടുപ്പിച്ചാവും. കൂടുതൽ കോംപ്ലിക്കേഷൻ വരുന്ന മീൻസ് അവർ ഫാസ്റ്റിംഗ് അവർക്ക് ഒരു 80-90 നിൽക്കുവാണ്. ഒരുപാട് പ്രശ്നത്തിലോട്ട് പോകുന്നതിന് മുമ്പ്, അസുഖം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ അവിടെ പ്രിവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈമറി പ്രിവെൻഷൻ. സെക്കൻഡറി പ്രിവെൻഷൻ അസുഖം ഓൾറെഡി ആ പേഷ്യൻറ്റിന് ഉണ്ട്, നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏർലി ട്രീറ്റ്മെൻറ്റ്, ഏർലി ഡയഗ്നോസിസ് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് വരുന്നത്. ബേസിക്കലി സെൽഫ് എക്സാമിനേഷൻ, നമ്മൾ തന്നെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യും. ആണുങ്ങളാണെങ്കിൽ ടെസ്റ്റിക്കുലർ സെൽഫ് എക്സാമിനേഷൻ ചെയ്യും. ഇതൊക്കെ വരുന്നുണ്ട്. അടുത്തയാണ് ടേർഷറി പ്രിവെൻഷൻ. ബാക്കിയുള്ള ഡിസീസിനെ മാനേജ് ചെയ്യുക, ഫർദർ കോംപ്ലിക്കേഷനിലോട്ട് പോവാതിരിക്കാനായിട്ട് ഇത് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഹെൽത്ത് പ്രോബ്ലംസ് 5 പറയുന്നത്. 1 കമ്മ്യൂണിക്കബിളും നോൺ കമ്മ്യൂണിക്കബിളും. 2 ന്യൂട്രീഷണൽ, നമ്മൾ കഴിക്കുന്ന ഫുഡ്. 3 നമ്മുടെ എൻവയൺമെൻറ്റ്. 4 മെഡിക്കൽ. 5 പോപ്പുലേഷൻ. ഇത്രയാണ് ദ ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തത് കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന എന്താ? ഇപ്പം തന്നെ ഈ ARDS, COPD, അതൊക്കെ റെസ്പിറേറ്ററി കുറേയൊക്കെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് സ്പ്രെഡ് ആവും. ഇനി ഡയറിയ സ്പ്രെഡ് ആവുന്നുണ്ട് അത് നോക്കാം. പിന്നെ ARI, അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ഫൈലേരിയ, പിന്നെ എയ്ഡ്സ്, കാലാസാർ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, വൈറൽ കെരട്ടൈറ്റിസ്, ഇതെല്ലാം കമ്മ്യൂണിക്കബിളാണ്. ഡയറിയൊക്കെ എങ്ങനെ കമ്മ്യൂണിക്കബിൾ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പുറത്തു പോയി അൽഫാമും മന്തിയും കുഴിമന്തി എല്ലാം ഞാൻ വീട്ടിലോട്ട് മേടിച്ചുകൊണ്ട് വരിക. അപ്പം എനിക്ക് ആ പറയുന്ന ഫുഡ് പ്രോപ്പറായിട്ട് കുക്ക്ഡ് അല്ലായിരുന്നു, എനിക്ക് ഇൻഫെക്ഷൻ വന്നു, മീൻസ് പ്രശ്നമുണ്ടായി, എൻ്റെ പാരൻസിന് പ്രശ്നം. കാരണം സെയിം ഫുഡല്ലേ അവരും കഴിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ വാഷ്റൂമിൽ പോയിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ സാനിറ്റേഷൻ ഒന്നും നടത്തിയില്ല എന്നുണ്ടെങ്കിൽ മറ്റാൾക്കും ആ ഒരു പോസിറ്റീവ് ഓർഗാനിസം മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നടത്തി പോർട്ടൽ ഓഫ് എൻട്രി നടത്താം. അങ്ങനെ വരുന്നത്. അടുത്തയാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. കമ്മ്യൂണിക്കബിൾ അല്ലാത്തത് ഇപ്പോൾ ഡയബറ്റിസ് മെലിറ്റസ്, പിന്നെ ഹൈപ്പർ ടെൻഷൻ, DLP, ലിപ്പിഡീമിയ, പിന്നെ അതൊക്കെ ക്യാൻസർ, അങ്ങനെ അതൊന്നും സ്പ്രെഡ് ആവുന്നതല്ല. ഒരാൾക്കുണ്ട്, ഒരാളുടെ അടുത്തിരുന്നു എന്നും പറഞ്ഞ് സ്പ്രെഡ് ആവത്തില്ല. ഇന്ത്യയിൽ തന്നെ 12 മില്യൺ പീപ്പിളും ബ്ലൈൻഡാണ്. ബ്ലൈൻഡ് ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്.
മിക്ക ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും അവർക്ക് സ്വന്തമായിട്ടൊരു പോസ്റ്റ് ഓഫ് ഡെൻ്റൽ സർജൻ ഉണ്ട്. പക്ഷേ ആസ് പറഞ്ഞ പോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് അവർക്കില്ല. എക്യുപ്മെൻറ്റ്സ് ഇല്ലാത്തൊരു പ്രശ്നമാണ്. അടുത്തയാണ് ന്യൂട്രീഷണൽ പ്രോബ്ലംസ്. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഒരു പ്രശ്നമാണ്. പിന്നെ ലോ ബർത്ത് വെയ്റ്റ് ബേബീസ്, ന്യൂട്രീഷൻ അനീമിയ, സെറോഫ്താൽമിയ, പിന്നെ അയഡിൻ ഡെഫിഷ്യൻസി, ഇതെല്ലാം വരുന്നത് ന്യൂട്രീഷൻ നോക്കുക. പലതും നമുക്ക് ഡെഫിഷ്യൻ്റ് അയഡിനും സെറോഫ്താൽമിയയും ന്യൂട്രീഷണൽ അനീമിയ എല്ലാം വരുന്നത് ന്യൂട്രീഷണൽ പ്രോബ്ലംസിലാണ്. അടുത്തയാണ് എൻവയൺമെൻറ്റൽ സാനിറ്റേഷൻ. ഫിസിക്കലുണ്ട്, മൈക്രോബയോളജിക്കലുണ്ട് ആൻഡ് ബയോളജിക്കലുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ഫിസിക്കൽ, മൈക്രോബയോളജിക്കൽ, ബയോളജിക്കൽ. പിന്നെ ഓപ്പൺ ഡിഫിക്കേഷൻ, ഓപ്പൺ എയർ ടോയ്ലറ്റ്, ഇതൊക്കെ അൺസേഫ് ആയിട്ടുള്ള വാട്ടർ ഉപയോഗിക്കുന്നത്, ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള സാനിറ്റേഷൻ, പൂറായിട്ടുള്ള ഹൈജീൻ, ഇതെല്ലാം എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ നിന്ന് വരുന്നവയാണ്. അടുത്തത് മെഡിക്കൽ പ്രോബ്ലംസ്. ഒരുപാട് ഓവർ ക്രൗഡഡ് ആണെങ്കിൽ അതൊരു പ്രശ്നമല്ലേ. പിന്നെ ആ പേഷ്യൻസ് ഒരുപാട് വരുന്നുണ്ട്, അതിനനുസരിച്ചുള്ള നഴ്സിംഗ് സ്റ്റാഫ്സോ ഡോക്ടേഴ്സോ ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് മാൻ പവർ കുറയുന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമാണ്. ദെൻ ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള അവൈലബിലിറ്റി ഓഫ് ആക്സസറീസ്, ആവശ്യത്തിനുള്ള ആക്സസറീസ് അവൈലബിൾ ആവാത്തൊരു പ്രശ്നമാണ്. ദെൻ ഈ പോപ്പുലേഷൻ പ്രോബ്ലം 2011, അതായത് 2011 1.22 ബില്യൺ പെർ പീപ്പിളാണ് വരുന്ന പോപ്പുലേഷൻ പ്രോബ്ലം വന്നത്. സോ ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ ഇന്ത്യ എന്നൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ കമ്മ്യൂണിക്കബിൾ എഴുതണം, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ന്യൂട്രീഷണൽ, എൻവയൺമെൻറ്റൽ, പിന്നെ നമ്മുടെ മെഡിക്കൽ ആൻഡ് പോപ്പുലേഷൻ പ്രശ്നമുള്ളത്. പോപ്പുലേഷനകത്ത് ഓവർ ക്രൗഡഡ് മെഡിക്കലിനകത്ത് ഓവർ ക്രൗഡഡ് ഹോസ്പിറ്റൽ, ലാക്ക് ഓഫ് മാൻ പവർ, ഇനാഡിക്വേറ്റ് അവൈലബിലിറ്റി ഓഫ് അവൈലബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി എന്ന് പറയാം. ഓക്കെ, സോ ഇത്രയും കാര്യം ഇതിനകത്ത് വരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്നാമത്തത് കോൺസെപ്റ്റ് പറഞ്ഞു, ബയോമെഡിക്കൽ, പിന്നെ ഹോളിസ്റ്റിക്, സൈക്കോ സോഷ്യൽ ആൻഡ് എക്കോളജിക്കൽ കോൺസെപ്റ്റ്. ഇനി അപ്പോൾ ആദ്യം കഴിഞ്ഞ എന്താണ്? കോൺസെപ്റ്റ്. രണ്ടാമത്തെ എന്താണ്? ഡിറ്റർമിനൻസിലോട്ട് വേണമെങ്കിൽ പറയാം. ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് എന്താ? നമ്മുടെ ഏജ്, സെക്സ്, റേസ്, ദെൻ പഠിപ്പുണ്ടാകും അത്, പിന്നെ ലിറ്ററസി നോക്കും, സോഷ്യോ കൾച്ചറൽ സ്റ്റാറ്റസ്, അതെല്ലാം പറയുന്നുണ്ട്. അതായത് ഡിറ്റർമിനൻസിനകത്ത്. അടുത്തത് ഡൈമെൻഷൻസിനകത്ത് വരുന്നതാണ് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, സ്പിരിച്വൽ, ഒക്യുപ്പേഷനിലൊക്കെ വരുന്നത്. പിന്നെ ഹിസ്റ്ററി ഓഫ് ഡിസീസിനകത്ത് പ്രീ പത്തോജൻസിസും ഉണ്ട്, പത്തോജൻസിസും ഉണ്ട്. എന്തൊക്കെയാണ്? പ്രീ പത്തോജൻസിസും ഉണ്ട്, പത്തോജൻസിസും ഉണ്ട്. ഇനി ലെവൽസിലോട്ട് കിടക്കുന്ന സമയത്ത് പ്രൈമോഡിയൽ പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ ആൻഡ് ടെർഷറി പ്രിവെൻഷൻ. അത് കഴിഞ്ഞു. അടുത്തത് ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ ഇന്ത്യ, കമ്മ്യൂണിക്കബിൾ, നോൺ കമ്മ്യൂണിക്കബിൾ, പിന്നെ ന്യൂട്രീഷണൽ, പോപ്പുലേഷൻ, മെഡിക്കൽ, എൻവയൺമെൻറ്റലൊക്കെ ഉണ്ട്. അത് അപ്പം ഓക്കെ, കോൺസെപ്റ്റ് ആണെങ്കിലും ഡിറ്റർമിനൻസ് ആണെങ്കിലും ഡൈമെൻഷൻസ് ആണെങ്കിലും പിന്നെ ലെവൽസ് ആണെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് എനിക്ക് വിശ്വാസം തോന്നുന്നു. പിന്നെ ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ ഇന്ത്യ, ഇത്രയും കാര്യമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, സീ യു, ടാറ്റാ. പഠിക്കണം കേട്ടോ.